ആലപ്പുഴ മാന്നാറിൽ 15 വർഷം മുമ്പ് കാണാതായ യുവതിയെ കൊന്നു കുഴിച്ചു മൂടിയതെന്ന സംശയം. സംഭവത്തിൽ ഭർത്താവിന്റെ ബന്ധുവടക്കം 5 പേർ പോലീസ് കസ്റ്റഡിയിൽ. വീട്ടിലെ സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് തുറന്നു നടത്തിയ പരിശോധനയിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയതായി സൂചന. മാന്നാറിൽ നിന്നും 15 വർഷം മുമ്പ് കാണാതായ കലയെന്ന യുവതിയുടേത് കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസ്. സംഭവത്തിൽ ഭർത്താവ് അനിലിന്റെ ബന്ധുവടക്കം 5 പേർ പോലീസ് കസ്റ്റഡിയിലുണ്ട്. യുവതിയെ കൊലപ്പെടുത്തിയതാണെന്ന് അറിയിച്ച് പോലീസിന് 3 മാസങ്ങൾക്ക് മുമ്പ് ലഭിച്ച ഓമക്കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം. തുടർന്ന് മാന്നാറിലെ വീടിന്റെ സെപ്റ്റിക് ടാങ്കിന്റെ സ്ലാബ് തുറന്നു നടത്തിയ പരിശോധനയിൽ മൃതദേഹ അവശിഷ്ടമെന്ന് സംശയിക്കുന്ന വസ്തുക്കൾ കണ്ടെത്തി. കലയെ കൊലപ്പെടുത്തിയത് ഭർത്താവ് അനിൽകുമാറാണെന്ന കസ്റ്റഡിയിലുള്ളവർ മൊഴി നൽകിയതായാണ് വിവരം. ഇയാളിപ്പോൾ ഇസ്രായേലിലാണ്. സുരേഷ്, ജിനു രാജൻ, പ്രമോദ്, സന്തോഷ്, സോമൻ എന്നിവരാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത്. ഭാര്യ ഒളിച്ചോടിപ്പോയെന്നാണ് അനിൽ പറഞ്ഞിരുന്നത്. തുടർന്ന് ഇയാൾ വേറെ വിവാഹവും കഴിച്ചിരുന്നു. കലയുടെ തിരോധാനത്തിൽ കാര്യമായ അന്വേഷണം നടന്നിരുന്നില്ല. മദ്യപാന സദസ്സിൽ കൊലപാതക രഹസ്യം പുറത്തായെന്നും ഇവിടെയുണ്ടായിരുന്നവരിൽ ആരെങ്കിലും ആവാം അമ്പലപ്പുഴ പോലീസിന് ഊമക്കത്ത് അയച്ചതെന്നുമാണ് പോലീസിന്റെ അനുമാനം. ഇതിനു പിന്നാലെ നടത്തിയ അന്വേഷണമാണ് കൊലപാതകമെന്ന സംശയത്തിലെത്തി നിൽക്കുന്നത്. പ്രതിപക്ഷം ആഞ്ഞു പിടിച്ചാൽ ഏത് സമയത്തും താഴെ വീഴുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലേതെന്ന് കെ.സി. വേണുഗോപാൽ MP. തിരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ച വോട്ടർമാർക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പര്യടനത്തിന്റെ സമാപന ചടങ്ങിൽ ആലപ്പുഴ വളഞ്ഞവഴിയിൽ സംസാരിക്കുകയായിരുന്നു കെ.സി. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തങ്ങൾക്ക് വോട്ട് ചെയ്തുവെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷം ഭരണകക്ഷിയേക്കാൾ ശക്തമായിട്ടുള്ള ഒരു സഭയാണ് ഈ ലോക്സഭ എന്ന് പറയുന്നത് എനിക്ക് ആർജവത്തോടെ പറയാൻ കഴിയും. ഇനി ഭരണഘടന മാറ്റുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ ഭരണഘടന മാറ്റുമെന്ന് പറഞ്ഞവർ ഭരണഘടനയിൽ തൊട്ട് സത്യം ചെയ്തുകൊണ്ട് പാർലമെന്റിലേക്ക് വന്നത്. ഇതൊക്കെ കാപട്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ രാജ്യത്ത് വീണ്ടും വിഷം വിളമ്പുമെന്നും എല്ലാവർക്കും അറിയാം. അതിനുള്ള പരിശ്രമം ഉണ്ടാകുമെന്നും എല്ലാവർക്കും അറിയാം. പക്ഷെ ആ അത്തരം പരിശ്രമങ്ങൾ ഉണ്ടായാൽ കണ്ണിൽ എണ്ണയോട് അതിജാഗ്രതയോടെ ഇരുന്നുകൊണ്ട് ഇന്ത്യയിലെ പ്രതിപക്ഷം ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ സർക്കാരിനെ ഒരു ഇഞ്ച് മുന്നോട്ട് നീങ്ങാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്ന് മാത്രമല്ല, ഏത് സമയത്തും ഇത് താഴെ വീഴുമെന്നുള്ളതിനും ഒരു സംശയമില്ല. ഞങ്ങളൊന്ന് ആഞ്ഞു പിടിച്ചാൽ ഇത് വീഴുന്ന കാര്യമേ ഉള്ളൂ. ഒരു രാജ്യം, ഒരു മതം, ഒരു തെരഞ്ഞെടുപ്പെന്ന ഭീഷണിയുമായി BJP മുന്നോട്ട് പോവുകയായിരുന്നു. രാജ്യത്തെ ജനങ്ങൾ അങ്കലാപ്പോടെയും ഭീതിയോടെയും കണ്ട ഒരു തെരഞ്ഞെടുപ്പായിരുന്നു ആദ്യ നാളുകളിൽ. കേരളത്തിലും അത്തരം അന്തരീക്ഷത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. കോൺഗ്രസിനെ നശിപ്പിക്കാനായി അവരുടെ സാമ്പത്തിക സ്രോതസ് പോലും മരവിപ്പിച്ചു കളഞ്ഞു. നിരവധി പ്രതിസന്ധികൾ തരണം ചെയ്താണ് കോൺഗ്രസ് ഈ ഒരു നേട്ടം കേന്ദ്രത്തിൽ കൈവരിച്ചതെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. തോട്ടപ്പള്ളി പൂത്തോപ്പിൽ നിന്നാരംഭിച്ച പര്യടനമാണ് വളഞ്ഞവഴിയിൽ സമാപിച്ചത്. ആലപ്പുഴ ആദായ നികുതി വകുപ്പ് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ DYFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സമഗ്ര അന്വേഷണം വേണമെന്നും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടാണ് DYFI മാർച്ച് നടത്തിയത്. ബാരിക്കേഡ് മറികടന്നെത്തിയ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. DYFI ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആദായ നികുതി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ജനറൽ ആശുപത്രി ജംഗ്ഷന് സമീപം ബാരിക്കേഡ് ഉപയോഗിച്ച് പോലീസ് തടഞ്ഞു. ആദ്യ വരിയിലെ ബാരിക്കേഡ് പ്രവർത്തകർ ബലപ്രയോഗത്തിലൂടെ മറിച്ചിട്ടു. രണ്ടാം വരിയിലെ ബാരിക്കേഡ് ചാടിക്കടന്നെത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. DYFI ജില്ലാ പ്രസിഡന്റ് S. സുരേഷ് കുമാർ, സെക്രട്ടറി ജെയിംസ് സാമുവൽ എന്നിവർ ഉൾപ്പെടെയുള്ളവരെയാണ് DYSP TB വിജയന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കിയത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CS സുജാത മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പരീക്ഷാ ക്രമക്കേടിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന് CS സുജാത ആവശ്യപ്പെട്ടു. നെല്ലുവില ലഭിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി കർഷകർ. അപ്പർ കുട്ടനാട് സ്വതന്ത്ര നെൽകർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ കൂട്ടധർണ നടത്തി. നിരവധി കർഷകരാണ് ധർണയിൽ പങ്കെടുത്തത്. സപ്ലൈകോ വഴി നെല്ല് കൊടുത്ത് 2 മാസം കഴിഞ്ഞിട്ടും പണം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് കർഷകർ ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിൽ കൂട്ടധർണ നടത്തിയത്. PRSുമായി ദിവസവും ബാങ്കുകൾ കയറി ഇറങ്ങിയിട്ടും പണം നൽകുന്നില്ല എന്ന് കർഷകർ പരാതിപ്പെടുന്നു.
സംഭരിച്ച നെല്ലിന്റെ മുഴുവൻ തുകയും അടിയന്തരമായി വിതരണം ചെയ്യുക, ഉഷ്ണതരംഗത്തിൽ കൃഷിനാശം സംഭവിച്ച മുഴുവൻ കർഷകർക്കും ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള നഷ്ടപരിഹാരം വിതരണം ചെയ്യുക, പമ്പിംഗ് സബ്സിഡി കുടിശ്ശിക വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണണമെന്നും കർഷകരോടുള്ള അവഗണന അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് അപ്പർ കുട്ടനാട് സ്വതന്ത്ര നെൽകർഷക കൂട്ടായ്മ കളക്ടറേറ്റിന് മുന്നിൽ സമരപരിപാടി സംഘടിപ്പിച്ചത്. സംഘടനാ പ്രസിഡന്റ് ഗോപൻ ചെന്നിത്തല ധർണ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വിളവെടുപ്പിന്റെ പണം ഈ കൃഷി ഇറക്കുന്ന സമയത്താണ് കർഷകർക്ക് ലഭിച്ചത്. കഴിഞ്ഞ കാർഷിക മേഖലയുടെ വിളവെടുപ്പ് സമയത്ത് ആലപ്പുഴയിൽ മാത്രം 4 കർഷകരാണ് ആത്മഹത്യ ചെയ്തത്. എന്നിട്ട് പോലും ഈ മേഖലയിലെ കർഷകർക്ക് വേണ്ട ഒരു പരിഗണന ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ വിളവെടുപ്പ് കാലയളവിൽ ഇത്രയും കാലതാമസം പൈസ ലഭിക്കുന്നതിനുള്ള കാലതാമസം ഉണ്ടായത്. കർഷകർ വളരെ ദുരിതത്തിലാണ്, ആശങ്കയിലാണ്. ഈ മേഖല ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിലാണ് ഇന്ന് അപ്പർ കുട്ടനാട്ടിലെ കർഷകർ. കുട്ടനാട്ടിൽ 2 കൃഷി ചെയ്യുമ്പോൾ അപ്പർ കുട്ടനാട്ടിൽ ഏതാണ്ട് 1 കൃഷി ചെയ്യുന്നതിനുണ്ടാകുന്ന ദുരിതമാണ് ഈ ഉപവാസത്തിൽ നിന്ന് കർഷകരെ ഈ പ്രതികൂല കാലാവസ്ഥയിൽ ഇവിടെ ഇത്രയും ആളുകളെ എത്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കുട്ടനാട് സ്വതന്ത്ര നെൽകർഷക കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് സാം ചെന്നിത്തല അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സുരേഷ് പായിപ്പാട്, കോശി പള്ളിപ്പാട്, വിജയൻ പള്ളിപ്പാട് തുടങ്ങിയവർ സംസാരിച്ചു. സംഭരിച്ച നെല്ലിന്റെ പണം നൽകാൻ നടപടി ഉണ്ടായില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അലക്സ് മാത്യു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കുട്ടനാട്ടിലെ ജനങ്ങൾ ഒന്നടങ്കം സമരത്തിനിറങ്ങേണ്ട സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത മൂലം കുട്ടനാട്ടിലെ നെൽകാർഷിക മേഖലയാകെ തകർന്നിരിക്കുകയാണെന്ന് അലക്സ് മാത്യു അഭിപ്രായപ്പെട്ടു. കൃഷിസ്ഥലങ്ങൾ തരിശായി കിടന്നിട്ടും നെൽകൃഷി ചെയ്യുന്നവരുടെ എണ്ണം കുറഞ്ഞിട്ടും സർക്കാർ ശ്രദ്ധിക്കുന്നില്ല. സംഭരിച്ച നെല്ലിന്റെ വിലയ്ക്കായി കർഷകർ ഒരിക്കൽ കൂടി തെരുവിൽ സമരത്തിനിറങ്ങേണ്ട സാഹചര്യമാണുള്ളതെന്നും അലക്സ് മാത്യു പറഞ്ഞു. കേരള സംസ്ഥാനത്ത് ഇനിയും 450 കോടി രൂപ നെല്ല് വാങ്ങിയതിൻ്റെ വിലയായി അത് ഏകദേശം 6 മാസമാകാൻ പോകുന്നു. വില നൽകിയിട്ടില്ല. നമ്മുടെ കേരളത്തിലെ നെൽകൃഷി മേഖല ആകെ തകരുകയാണ്. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ നാളിതുവരെ പെട്ടിട്ടില്ല. ഈ പ്രാവശ്യം 1,98,000 പേരാണ് കഴിഞ്ഞ പുഞ്ചകൃഷി രംഗത്ത് ഉണ്ടായിരുന്നത് കേരള സംസ്ഥാനത്ത്. അത് കഴിഞ്ഞ വർഷം 2,50,000-ഓളമായിരുന്നു. അതിൻ്റെ മുൻപിലത്തെ വർഷം 3 ലക്ഷം കൃഷിക്കാരായിരുന്നു. അന്ന് 3 ലക്ഷം ഉണ്ടായിരുന്നത് 2 വർഷം ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലെ ഈ ഭരണം കൊണ്ട് 1,98,000 കുറഞ്ഞിരിക്കുന്നു. കാരണം നെൽകൃഷി ചെയ്താൽ പണം പോലും കിട്ടില്ല. കൃഷിക്കാരന് അവൻ്റെ നെല്ല് സംഭരിച്ച് ലോറിയിൽ കയറ്റി കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 6 മാസമായി. ഈ തുക കിട്ടണ്ടേ? യാതൊരു ന്യായവും നീതിയുമില്ലാത്ത ഈ പ്രവർത്തനത്തിനെതിരായി ഈ ന്യായമായ സമരം ശക്തമായി വരുന്ന നാളുകളിൽ ഞങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകും. നെല്ലിന്റെ വിലയ്ക്കായി കർഷകർ ബാങ്കുകളെ സമീപിക്കുമ്പോൾ അവർ സർക്കാരിനെ പഴിചാരി കൈയൊഴിയുകയാണ്. ഇതിനെതിരെ വരും നാളുകളിൽ കർഷക കോൺഗ്രസ് പ്രക്ഷോഭം ആരംഭിക്കും. സർക്കാരിന്റെ കർഷകദ്രോഹ നടപടികൾ കുട്ടനാടിന്റെ സാമ്പത്തിക ഭദ്രത തകർത്തുവെന്നും അതുകൊണ്ട് തന്നെ ജനങ്ങളൊന്നടങ്കം കർഷകർക്ക് പിന്തുണയുമായി സമരരംഗത്തിറങ്ങുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുളിങ്ങുന്നിൽ KCB ന്യൂസ് പ്രതിനിധിയോട് സംസാരിക്കുകയായിരുന്നു അലക്സ് മാത്യു. അപകടകരമായ രീതിയിൽ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന വൻമരം വെട്ടിമാറ്റാത്തതിൽ പ്രതിഷേധവുമായി ചങ്ങനാശ്ശേരിയിലെ BJP പ്രവർത്തകർ. ബൈപ്പാസിൽ അക്ഷര നഗർ ഭാഗത്താണ് അപകട ഭീഷണി ഉയർത്തി വൻമരം റോഡിലേക്ക് വീഴാറായി നിൽക്കുന്നത്. ചങ്ങനാശ്ശേരി നഗരസഭ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, MLA എന്നിവർക്ക് BJP പ്രവർത്തകരും അക്ഷര നഗർ റെസിഡൻസ് അസോസിയേഷനും പരാതി നൽകി 1.5 വർഷം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരപരിപാടി സംഘടിപ്പിച്ചത്. BJP ടൗൺ ഈസ്റ്റ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഏരിയ പ്രസിഡന്റ് PV അനിൽ ബാബു പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. സൂചന മാത്രമാണ് ഇന്നത്തെ സമരം. അത് ഞങ്ങളിനിയും MLA ബസ്സിലേക്ക് പോലും മാർച്ച് നടത്തുന്ന ഗതികളാണ്. ഞങ്ങൾ BJPയുടെ പകയായിട്ടും ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ പകയായിട്ടും ജോ മൈക്കിൾ MLA, നമ്മുടെ ബഹുമാനപ്പെട്ട MLA ജോ മൈക്കിളിന് 1.5 വർഷം മുമ്പ് നമ്മൾ പരാതി കൊടുത്തു. നഗരസഭയിൽ പറഞ്ഞപ്പോൾ നഗരസഭ ചെയർപേഴ്സൺ സന്ധ്യ മനോജ് പറഞ്ഞ് കളക്ടറേറ്റ് വിളിച്ചിട്ട് അവർ പറഞ്ഞ് ആളെ വിടാം. അതുപോലെ ഞങ്ങൾ PWD ഡിവിഷനിൽ ചെന്നു. അവരോടും ഇതുപോലെ ആവശ്യപ്പെട്ടു. അവർ ഞങ്ങളിപ്പോൾ ഒക്കത്തില്ല, 2 മാസം കഴിഞ്ഞ് അവർ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പം ഞങ്ങളിപ്പോൾ ഏത് സമയത്തും ഞങ്ങളുടെ ജീവൻ, ഞങ്ങളുടെ മാത്രമല്ല ഈ കടന്നു പോകുന്നവരുടെ ജീവൻ പോലും പണയപ്പെടുത്തിയെടുത്ത് യാത്ര ചെയ്യുന്നത്. കർഷക മോർച്ച കോട്ടയം ജില്ലാ ഉപാധ്യക്ഷൻ P. സുരേന്ദ്രനാഥ്,
ന്യൂനപക്ഷ മോർച്ച ചങ്ങനാശ്ശേരി മണ്ഡലം കൺവീനർ സാജൻ കുരിശിങ്കൽ പറമ്പിൽ, ഏരിയ ജനറൽ സെക്രട്ടറി എസ് ശ്രീകുമാർ, ബൂത്ത് പ്രസിഡന്റുമാരായ KR മധുസൂദനൻ നായർ, G രാജേന്ദ്രപ്രസാദ് തുടങ്ങിയവർ സമരപരിപാടിക്ക് നേതൃത്വം നൽകി. നൂർനാട് ലെപ്രസി ആശുപത്രിക്ക് വേണ്ടി കോടികൾ മുടക്കി നിർമ്മിച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി കാട് കയറി നശിക്കുന്നു. ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയായിട്ട് 2 വർഷമായി. 100 വർഷത്തിനു മേൽ പഴക്കമുള്ള OP പ്രവർത്തിച്ചിരുന്ന കെട്ടിടം കഴിഞ്ഞ കാറ്റിലും മഴയിലും തകർന്നു വീണിരുന്നു. ഇതോടെ OPയുടെ പ്രവർത്തനം താറുമാറായി. സമീപത്തെ മറ്റൊരു കെട്ടിടത്തിലേക്ക് OPയുടെ പ്രവർത്തനം താൽക്കാലികമായി മാറ്റിയെങ്കിലും സ്ഥലപരിമിതി കാരണം രോഗികൾ വിഷമിക്കുകയാണ്. ആദ്യം വരുമ്പോൾ ഇതെല്ലാം കൂടെ ഒരു ബിൽഡിങ്ങിലായിരുന്നു. പിന്നെ മഴയത്ത് കാറ്റടിച്ചെല്ലാം നശിച്ചൊക്കെ കിടക്കുന്നതുകൊണ്ട് ഇവിടുന്ന് OP നിന്ന് കൊടുത്തിട്ട് അങ്ങ് ബാക്കിൽ പോകണം. അവിടുന്ന് പിന്നെ തിരിച്ച് നമ്മൾ ഇങ്ങോട്ട് നടന്നൊക്കെ വന്നാണ് മരുന്നൊക്കെ വാങ്ങാൻ വരുന്നിടത്തേക്ക് വരുന്നത്. ബുദ്ധിമുട്ടാണ്. ഏറെ പഴക്കമുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ ഏറെയും. നിലവിൽ OP പ്രവർത്തിച്ച കെട്ടിടം തകർന്നിട്ടും പുതുതായി നിർമ്മിച്ച ആശുപത്രി കെട്ടിടം തുറന്നു പ്രവർത്തിപ്പിക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. അകത്തും പുറത്തും കാട് കയറി കെട്ടിടം നശിച്ചുകൊണ്ടിരിക്കുന്നു. പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റും പുല്ലുകൾ പടർന്ന നാശത്തിന്റെ വക്കിലാണ്. യന്ത്രസാമഗ്രികളും നശിച്ചു തുടങ്ങിയതായി വാർഡ് മെമ്പർ രഞ്ജിത പറയുന്നു. നൂർനാട് ലെപ്രസി സാനിറ്റോറിയം വളപ്പിൽ നിർമ്മിച്ച മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിന്ന് നാശത്തിൻ്റെ വക്കിലാണ്. കാട് കയറി തെരുവ് നായ്ക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുന്ന ഈ സ്ഥാപനം, ആരോഗ്യ സ്ഥാപനം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നിലവിലെ OP കെട്ടിടം കഴിഞ്ഞ മഴക്കാലത്ത് മരം വീണ് തകർന്ന അവസ്ഥയിലായിട്ടുകൂടി ആ കെട്ടിടം പുതുക്കി പണിയുന്നതിനോ അല്ലെങ്കിൽ പുതിയ കെട്ടിടത്തിലേക്ക് OP മാറ്റി സ്ഥാപിക്കുന്നതിനോ ആശുപത്രി അധികൃതരോ സർക്കാരോ തയ്യാറായിട്ടില്ല. സർക്കാരും നിലവിലുള്ള MLAയും ഈ കാര്യത്തിൽ അടിയന്തര നടപടിയെടുക്കണം. MLA അത്യാവശ്യമായി സർക്കാരിൻ്റെ ശ്രദ്ധയിൽ ഈ വിവരം അറിയിച്ച് എത്രയും പെട്ടെന്ന് ഈ ഹോസ്പിറ്റൽ കെട്ടിടം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും വിധം തുറന്നു കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ പഞ്ചായത്തിൻ്റെ സഹകരണത്തോടെ നിർമ്മിച്ച ഓക്സിജൻ പ്ലാന്റ് അത് പുല്ല് കയറി വെളിയിൽ നിന്ന് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. കോടികൾ മുടക്കി ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ട് 2 വർഷമായി. ആശുപത്രിയുടെ പ്രവർത്തനം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്നതിന് അധികൃതർ തയ്യാറാകണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ആലപ്പുഴ UITയിൽ ആരംഭിച്ച 4 വർഷ ബിരുദ പ്രോഗ്രാമുകളുടെ ഉദ്ഘാടനം മുനിസിപ്പൽ ചെയർപേഴ്സൺ KK ജയമ്മ നിർവഹിച്ചു. കോളേജ് സെമിനാർ ഹാളിൽ കഴിഞ്ഞ ദിവസമായിരുന്നു ചടങ്ങ്. ആലപ്പുഴ UIT മറ്റ് സ്വാശ്രയ കോളേജുകളെ അപേക്ഷിച്ച് കേരള യൂണിവേഴ്സിറ്റി നേരിട്ട് നടത്തിവരുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ആലപ്പുഴ UIT. സാമ്പത്തികമായി ഒട്ടനവധി പ്രതിസന്ധിയിൽ നിൽക്കുന്ന കുടുംബങ്ങളിൽ, അതായത് തൊഴിലാളി വർഗ കുടുംബങ്ങളടക്കമുള്ള ആളുകൾക്ക് ഒരു താങ്ങായി തണലായി നിന്നുകൊണ്ടാണ് ആലപ്പുഴ UIT അതിൻ്റെ പ്രവർത്തനങ്ങൾ ഭംഗിയായി കൊണ്ടുപോകുന്നത്. 1995 സെപ്റ്റംബർ മാസത്തിലാണ് തിരുവാമ്പാടി സ്കൂളിൽ വെച്ചാണ് ഈ UITയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ ഇപ്പോൾ തന്നെ നമ്മുടെ UITയുടെ പ്രവർത്തനത്തിൽ വിവിധങ്ങളായ പ്രോഗ്രാമുകളാണ് നമ്മളിവിടെ ചെയ്തു വരുന്നത്, അത് ആരംഭിച്ചിട്ടുള്ളത്. UIT പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ TR അനിൽകുമാർ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സിമി ഷാഫി ഖാൻ, 4 വർഷ ബിരുദ അക്കാദമിക് കോർഡിനേറ്റർ S സുനിൽകുമാർ, മുഹമ്മദൻസ് ബോയ്സ് സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജാൻസി ബിയാട്രീസ്, PTA വൈസ് പ്രസിഡന്റ് KY നാസീർ, സെക്രട്ടറി മുംതാസ് ബായി എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ ദളിത് അവകാശ സമിതി കുട്ടനാട് മണ്ഡലം കൺവെൻഷൻ മങ്കൊമ്പിൽ നടന്നു. KD മോഹനൻ മെമ്മോറിയൽ ഹാളിൽ ചൊവ്വാഴ്ച നടന്ന കൺവെൻഷൻ AIDRM ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് CA അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ജൂലൈ മാസം 6-ാം തീയതി വൈക്കത്ത് വെച്ചാണ് നമ്മുടെ സംസ്ഥാനതല മെമ്പർഷിപ്പിൻ്റെ ഉദ്ഘാടനം. ബഹുമാനീയനായിട്ടുള്ള നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി വൈക്കത്ത് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് ഇന്നിവിടെ കുട്ടനാട്ടിലെ ഈ യോഗത്തിൽ വെച്ച് നമുക്ക് തീരുമാനിക്കാം കുട്ടനാട്ടിൽ മെമ്പർഷിപ്പിൻ്റെ ഉദ്ഘാടനം ഏത് പഞ്ചായത്തിൽ വെച്ച് വേണം നടത്തേണ്ടത് എന്നുള്ളത്. ആ പഞ്ചായത്തിൽ നടത്തുക വേറൊരു പരിപാടിയായി സംഘടിപ്പിച്ച് നടത്തുകയല്ല. നമുക്ക് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് തിരഞ്ഞെടുത്തിട്ട് ആ പഞ്ചായത്തിലെ കോളനികളിൽ നമുക്ക് കയറി മെമ്പർഷിപ്പ് ചേർക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനം പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഉദ്ഘാടനമായി അതിനെ മാറ്റണം. ഉദ്ഘാടന സമ്മേളനത്തിൽ AIDRM മണ്ഡലം പ്രസിഡന്റ് B ലാലി അധ്യക്ഷനായിരുന്നു. CPI മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി KV ജയപ്രകാശ്, മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ R രാജേന്ദ്രകുമാർ, അഡ്വക്കേറ്റ് P സുപ്രമോദം, K കമലാദേവി, AIDRM ജില്ലാ കമ്മിറ്റി അംഗം
എം വിശ്വംഭരൻ, മണ്ഡലം സെക്രട്ടറി എം സന്തോഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ശമ്പള പരിഷ്കരണത്തിന് നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് NGO സംഘ് നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന വ്യാപക പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് മാർച്ചും ധർണയും നടത്തിയത്. കേരള NGO സംഘ് സംസ്ഥാന സെക്രട്ടറി ജെ മഹാദേവൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശമ്പള പരിഷ്കരണത്തിലെ 5 വർഷത്തെ തത്വം അട്ടിമറിക്കാൻ സംസ്ഥാന സർക്കാരിനെ അനുവദിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളം ഭരിക്കുന്ന ഫാസിസത്തിന്റെ എല്ലാ മുഖങ്ങളുമുള്ള ഒരു ഭരണകൂടമാണ് എന്നതിനുള്ള തെളിവ് നമുക്ക് മുന്നിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജീവനക്കാർക്ക് മാധ്യമങ്ങളോട് സംസാരിക്കാൻ പാടില്ല. അവരുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എഴുതുവാൻ പാടില്ല. ഇതിന്റെ അവസാനത്തെ ഒരു ഉദാഹരണം എന്ന നിലക്ക് നമുക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഭരണാനുകൂല സംഘടനയുടെ ഒരു ഭാഗമായ CPIയുടെ സംഘടനയായ ജോയിന്റ് കൗൺസിൽ എന്ന് പറയുന്ന സംഘടനയുടെ ആരാധ്യനായ സംസ്ഥാന നേതാവ് ജയചന്ദ്രൻ കല്ലിങ്കൽ അദ്ദേഹം ഒരു മീഡിയയുടെ മുമ്പിൽ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചുകൊണ്ട് ഒരു മെമ്മോ കൊടുക്കുന്നതിൽ ഗവൺമെന്റ് തയ്യാറായിരിക്കുന്നു എന്നത് ഇതിന്റെ ഒരു വലിയ രാക്ഷസീയ ഭാവത്തെ ഉദാഹരണ സഹിതം വെളിവാക്കാൻ സാധിക്കുന്ന ഒന്നാണ്. NGO സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് PV മനോജ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് KN അജിത് കുമാർ അധ്യക്ഷനായിരുന്നു. ജില്ലാ സെക്രട്ടറി KR ദേവിദാസ്, ജില്ലാ ട്രഷറർ T സന്തോഷ്, സംസ്ഥാന സമിതി അംഗങ്ങളായ S സോളിമോൻ, സുമേഷ് ആനന്ദ്, L ജയദാസ്, CT ആദർശ്, സംസ്ഥാന കൗൺസിൽ അംഗം ശ്രീജിത്ത് കരുമാടി തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടേഴ്സ് ദിനത്തിൽ ഡോക്ടർ കുടുംബത്തിന് ആദരവ്. ജീവിതം ആതുര സേവനത്തിനായി സമർപ്പിച്ച ഡോക്ടർ ഹരികുമാർ, ഡോക്ടർ സിനു ശങ്കർ, മകൻ ഡോക്ടർ സൂര്യദേവ് ഹരി എന്നിവർക്കാണ് ഡോക്ടേഴ്സ് ദിനമായ ജൂലൈ 1 വണ്ടാനം പൗരാവലി സ്നേഹാദരവ് നൽകിയത്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന ആരോരുമില്ലാത്ത രോഗികൾക്കും നിർധനരായ രോഗികൾക്കും പ്രളയകാലത്തും കോവിഡ് കാലത്തും നിരവധി സഹായങ്ങൾ ചെയ്ത ഡോക്ടർ ഹരികുമാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അനസ്തേഷ്യ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസറാണ്. ചെമ്പുംപുറം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ മെഡിക്കൽ ഓഫീസറാണ് ഡോക്ടർ സിനു ശങ്കർ. അമ്പലപ്പുഴ വടക്ക് ഗ്രാമപഞ്ചായത്ത് അംഗം UM കബീർ ഇവരെ ഉപഹാരം നൽകി അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം സീന ടീച്ചർ, നിസാർ വെള്ളാപ്പള്ളി, അനിൽ വെള്ളൂർ, R സജിമോൻ എന്നിവർ പങ്കെടുത്തു. വളരെയേറെ കഠിനമായി പ്രയത്നിച്ച് ദീർഘകാലം പഠിച്ചതിന് ശേഷമാണ് നമുക്കൊരു ഡോക്ടറെ ലഭിക്കുന്നത്. ആ ഡോക്ടർമാർ സമൂഹത്തോട് ഏറെ പ്രതിബദ്ധതയോടുകൂടി 24 മണിക്കൂറും സേവന സന്നദ്ധരായി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ ഒരു ആദരവ് കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്രദേശത്തെ ജനാവലിയെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഹരി ഡോക്ടർക്കും കുടുംബത്തിനും. ആ കുടുംബം നമ്മുടെ ഈ സമൂഹത്തിന് നൽകുന്ന സേവനം വിലപ്പെട്ടതാണ്. ഏത് അർദ്ധരാത്രി വിളിച്ചാലും ഹരി സാറ് സേവന സന്നദ്ധരായി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അഭിമാനകരമായ ഒരു നേട്ടമായി കരുതുന്നത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യപ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6610 രൂപ, പവന് 52,880 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.